സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ കായംകുളം റേഞ്ചിലെ മദ്രസകളിൽ ഫത്ഹെ മുബാറക് മദ്രസ പ്രവേശനോത്സവം നടന്നു. ചീഫ് ഇമാം നിസാമുദ്ദീൻ നിസാമി ഉദ്ഘാടനം നിർവഹിച്ചു. കരുവിൽ മുബാഷ് അധ്യക്ഷത വഹിച്ചു. അറിവിന്റെ പുതിയ ഒരു അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ച് സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ കായംകുളം റേഞ്ചിലെ മദ്രസകളിൽ ഫത്ഹെ മുബാറക് മദ്രസ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. അക്ഷരലോകത്തേക്ക് ആദ്യ ചുവടെന്ന പ്രമേയത്തിൽ ഫത്ഹെ മുബാറക് അൽ അമീൻ മദ്രസയിൽ നടന്നു. അൽ അമീൻ മദ്രസ മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് കരുവിൽ മുബാഷിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ എക്സിക്യൂട്ടീവ് അംഗം കരുവിൽ സിയാദ് സ്വാഗതം രേഖപ്പെടുത്തി. ചീഫ് ഇമാം നിസാമുദ്ദീൻ നിസാമി യോഗം ഉദ്ഘാടനം ചെയ്തു. ഒന്നാമതായി വിദ്യാർത്ഥികൾ ഉണ്ടാകണം, പഠിപ്പിക്കുന്ന ഉസ്താദുമാരുണ്ടാകണം, പഠിപ്പിക്കാനുള്ള മദ്രസ സംവിധാനം അത് നടത്തിക്കൊണ്ടുപോകാനുള്ള മാനേജ്മെന്റ്, അതിനു പുറമെ രക്ഷിതാക്കൾക്കും ആ മദ്രസ വിദ്യാർത്ഥികളുടെ പഠനത്തിൽ വലിയ പങ്കുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ ഘടകങ്ങളും കൂടി ഒരുമിച്ച് കൂടുമ്പോഴാണ് അവരുടെ ആ പഠനം അത് യഥാവിധം ആയിത്തീരുന്നത്. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ഭാഗത്ത് നിന്നുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മദ്രസ വിദ്യാഭ്യാസം അത് വലിയ വിജയത്തിൽ ആക്കി തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന എന്ന പരിശുദ്ധമായ ഖുർആൻ വാക്യത്തിൽ ഈ പരിശുദ്ധമായ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. പക്ഷേ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കാര്യമായ കുറവുണ്ട്. ഏകദേശം ഒരു 60ഓളം വിദ്യാർത്ഥികൾ മാത്രമാണ് നമ്മുടെ മദ്രസയിൽ പഠിക്കാനായിട്ടുള്ളത്. അത് മറ്റ് ചില സാഹചര്യങ്ങൾ കൊണ്ടാണ്. കാരണം തൊട്ടപ്പുറത്തൊക്കെ മദ്രസകൾ വന്നു, തോട്ടുമുമ്പിൽ വന്നു, ആയിഷ പള്ളി വന്നു, കളിയിക്ക് തേക്കാവിലെ മദ്രസ വന്നു. ഇത്തരം സാഹചര്യങ്ങളൊക്കെ കൊണ്ടൊക്കെയാണ് കുട്ടികളുടെ കാര്യത്തിൽ കുറവ് വരുന്നത്. അതുപോലെ തന്നെയാണ് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് 2-2.5 മണിക്കൂറൊക്കെ മദ്രസ വിദ്യാഭ്യാസത്തിന് സമയം കിട്ടുമ്പോൾ ഇപ്പോൾ അത് ചുരുങ്ങി ഏകദേശം 1 മണിക്കൂറിൽ താഴെയായി മാറിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിന് വളരെ കാര്യക്ഷമമായിട്ട് തന്നെയാണ് നമ്മുടെ ഈ മദ്രസയിലെ അധ്യാപകർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ദുബായ് RSC കൺവീനർ അബ്ദുൾ റഹ്മാൻ കരുവിൽ പീടിക മുഖ്യപ്രഭാഷണം നടത്തി. മദ്രസ സദർ മുഅല്ലിം അബ്ദുൽ വാഹിദ് മഹ്ലരി നസീഹത്തിനും സമാപന പ്രാർത്ഥനയ്ക്കും നേതൃത്വം നൽകി. മദ്രസ ട്രഷറർ സുഹൈൽ മാളിയേക്കൽ, എക്സിക്യൂട്ടീവ് അംഗം ഷംസുദ്ദീൻ ഷാ, ഷെഫീഖ് പുന്നക്കൽ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. നവാഗതരായ വിദ്യാർത്ഥികളെ പൂക്കളും മധുരപലഹാരങ്ങളും നൽകിയും മദ്രസ അധ്യാപകർ സ്വീകരിച്ചു. ഫത്ഹെ മുബാറക്കിനോടനുബന്ധിച്ച് മദ്രസ തോരണങ്ങളും ബലൂണുകളും കൊണ്ട് വിദ്യാർത്ഥികൾ അലങ്കരിച്ചിരുന്നു. പൊതുപരീക്ഷയിൽ റേഞ്ച് തലത്തിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ ആയിഷ ഫറൂഖിനെയും മറ്റു വിദ്യാർത്ഥികളെയും യോഗത്തിൽ അഭിനന്ദിച്ചു. ഇസ്മായിൽ വെള്ളാലിൽ, ഹൻസ്, ഹനീഫ, സുധീർ, സജീവ്, ഫൈസൽ എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.